ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അരവിന്ദ് കെജ്രിവാൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബി.ജെ.പി. പ്രവർത്തകർ കല്ലെറിഞ്ഞെന്ന് ആം ആദ്മി പാർട്ടി ഇന്ന് ആരോപണം ഉന്നയിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ വാഹനമിടിച്ച് പ്രവർത്തകന് പരിക്കേറ്റെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും തീരുമാനം. ന്യൂഡൽഹി മണ്ഡലത്തിലെ പ്രചരണം കഴിഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ മടങ്ങുന്നതിനിടെയാണ് സംഭവം. വാഹനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും കെജ്രിവാളിനെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയുടെ അനുയായികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്നും ആം ആദ്മി പാർട്ടി. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ വാഹനം ഉപയോഗിച്ച് പ്രവർത്തകരെ ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പ്രവർത്തകരിൽ ഒരാൾക്ക് കാലിൽ പരിക്കേറ്റുവെന്നും ന്യൂഡൽഹി മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിൽ പ്രചരണം ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിനിറങ്ങും. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ബി.ജെ.പി. റാലികളിൽ പങ്കെടുക്കും. മുതിർന്ന നേതാക്കളെയടക്കം രംഗത്തിറക്കി പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും നീക്കം. ഡൽഹിയിലെ ജനകീയ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മിയുടെ പ്രചരണം. വിനീത വി ജി, 24, ഡൽഹി.